അങ്ങനെ 18 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 18 വർഷത്തോളം തൻ്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ചോർത്ത് പൊട്ടിക്കരഞ്ഞ് വിഷമത്തോടുകൂടിയിരുന്ന ഫാത്തുമയുടെ ആ കണ്ണീരിന് പകരം മുഖത്ത് പുഞ്ചിരി വരാൻ പോവുകയാണ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ശിക്ഷ തീരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. സ്പോൺസറുടെ മകന്റെ മരണത്തിൽ കാരണക്കാരനായെന്ന കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് പൂർത്തിയാകുന്നത്. ഇതോടെ അവസാന സാങ്കേതിക തടസ്സങ്ങൾ കൂടി തീർത്ത് റഹീമിന് അതിവേഗം എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാടും കുടുംബവും. അബ്ദുൾ റഹീമിന്റെ ജയിൽവാസം അവസാനിക്കാൻ പോകുന്നു. അബ്ദുൾ റഹീം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മെയ് മാസത്തിൽ തന്നെ മോചിതനാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന പെരുന്നാളിന് മുമ്പ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട തന്നെക്കുറിച്ച് ഓർത്ത് എന്നും വിങ്ങിപ്പൊട്ടിയ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് അബ്ദുൾ റഹീം എത്തുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. 18 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ ആ സഹോദരൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാളും നമ്മെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, തൻ്റെ പ്രായമായ ഉമ്മയെ നോക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിലേക്ക് പ്രവാസ ലോകത്തേക്ക് തിരിച്ച ആ അബ്ദുൾ റഹീം എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ചോർത്ത് ആ 18 വർഷക്കാലം ആ ഉമ്മ ഒഴുക്കിയ കണ്ണീരും വേദനയും എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുമ്പിലേക്ക് ആ ഉമ്മ കണ്ണീരോടുകൂടി വരുന്ന സമയത്ത് മലയാളികൾ ആ ഉമ്മയുടെ കണ്ണീർ, ആ ഫാത്തിമ ഉമ്മയുടെ കണ്ണീർ അവർ കാണാതിരുന്നില്ല. ആ ഉമ്മയെ അവർ കൈവിട്ടില്ല. എല്ലാ നാനാജാതി മതസ്ഥരും ചേർന്നുകൊണ്ട് ആ ഉമ്മയെ ചേർത്ത് പിടിച്ചു. സേവ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു ആപ്പ് നിർമ്മിക്കുകയും ആപ്പിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 34 കോടി രൂപ, നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് അത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് അതൊരിക്കലും സാധ്യമാകാത്തൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥരും ദ റിയൽ കേരള സ്റ്റോറി എന്ന് നിഷ്പ്രയാസം നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരമൊരു മനോഹരമായ ഒരു പ്രവർത്തനത്തിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ ആ വലിയൊരു തുക സമാഹരിക്കുകയാണ്. ആ വൈകാരികമായ നിമിഷങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഏത് നിമിഷവും തൻ്റെ മകനെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് കണ്ണീരോടുകൂടിയിരുന്ന ആ ഉമ്മ വർഷങ്ങൾക്ക് ശേഷം, 1-2 18 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കാണുന്ന സമയത്ത്, ആ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ചുംബിക്കുന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വൈകാരിക നിമിഷങ്ങളിൽ ഒന്നായിരിക്കും. അബ്ദുൾ റഹീമിനെ ജയിലിൽ വെച്ചുകൊണ്ട് ഫാത്തിമ ഉമ്മ ഒരു തവണ കാണുകയുണ്ടായി. പക്ഷെ അന്ന് ഒരുപക്ഷെ ആ ഉമ്മയ്ക്ക് തൻ്റെ മകനെ കെട്ടിപ്പിടിക്കാൻ സാധിച്ചില്ലായിരിക്കാം, ചുംബിക്കാൻ സാധിച്ചില്ലായിരിക്കാം. അന്ന് അബ്ദുൾ റഹീമിനും ഫാത്തിമ ഉമ്മയ്ക്കും തമ്മിൽ ഒരു മറയായി ഒരു ജയിലറ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നുമില്ലാതെ, ഒരു മറയുമില്ലാതെ, ഒരു ജയിലറയുമില്ലാതെ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാഴ്ച ഒരുപക്ഷെ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും.